ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഇടക്കാല ജാമ്യനാളുകളിലേക്ക് കാലെടുത്തു വെച്ചത്. പിന്നീട് തൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ കെജ്രിവാൾ തീർത്തും നിരുപദ്രവകരമായ ഒരു പരാമർശവും നടത്തി. BJPയിലെ വിരമിക്കൽ നിയമം ഉയർത്തിപ്പിടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. BJPയിൽ വിരമിക്കൽ പ്രായം 75 അതിനാൽ അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദവിയൊഴിയുമെന്നുമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയുടെ തീർത്തും നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന ആ പരാമർശം. എന്നാൽ സംഗതി തറച്ചിരിക്കുന്നത് BJPയുടെ ചങ്കിലാണ്. BJPയെ തളർത്തണമെങ്കിൽ മോദിയെ തളർത്തണമെന്ന ബോധ്യത്തിൽ ഊന്നുന്നതായിരുന്നു കെജ്രിവാളിൻ്റെ സംസാരം. ഇന്ത്യ മുന്നണിയുടെ മുഖം ആരാണെന്നാണ് BJP നേതൃത്വം ചോദിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ആരാണ് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ 17-ന് 75 വയസ്സ് തികയുകയാണ്. നരേന്ദ്രമോദി തന്നെയുണ്ടാക്കിയ ചട്ടമാണ് 75 കഴിഞ്ഞ നേതാക്കൾ വിരമിക്കണമെന്നത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ അങ്ങനെ നിരവധി നേതാക്കളാണ് മോദിയുടെ നിയമപ്രകാരം രാഷ്ട്രീയ വനവാസം തേടേണ്ടി വന്നത്. ഈ നിയമപ്രകാരം മോദിയും 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുകയാണ്. ഇപ്പോൾ മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ്. അമിത്ഷായ്ക്ക് മോദിയുടെ ഗ്യാരണ്ടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യവും കെജ്രിവാൾ ഉയർത്തി. ഏതായാലും കെജ്രിവാളിൻ്റെ പ്രതികരണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയാക്കി. പ്രസംഗം NDAക്കുള്ളിലും പുറത്തും ചർച്ചയാവുകയും മാധ്യമങ്ങളിൽ ചൂടേറിയ വാർത്തയാവുകയും ചെയ്തു. ഒടുവിൽ കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം നടന്നു. മണിക്കൂറുകൾക്കകം പത്രസമ്മേളനം വിളിച്ച് വിശദീകരണം നൽകേണ്ടി വന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്. മോദി തന്നെ 2029-ലും പ്രധാനമന്ത്രിയായി തുടരുമെന്നാണ് അമിത്ഷാ നൽകിയ വിശദീകരണം. മോദി പ്രധാനമന്ത്രിയായതിന് പിന്നാലെ 2014 ഓഗസ്റ്റിലാണ് മാർഗനിർദ്ദേശ് മണ്ഡലിന് രൂപം നൽകി LK അദ്വാനി, മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ 75 വയസ്സ് കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടി BJP മാറ്റി നിർത്തിയത്. മുതിർന്ന നേതാക്കളെ പിന്നീട് ഉപദേശക പദവിയിൽ നിയമിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രായപരിധി തടസ്സമല്ലെന്നും 75 കഴിഞ്ഞവരെ മന്ത്രിമാരാക്കേണ്ട എന്നു മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂവെന്നുമായിരുന്നു പിന്നീട് ഇതേക്കുറിച്ച് BJP പ്രസിഡന്റായിരുന്ന അമിത്ഷാ അന്ന് വിശദീകരിച്ചത്. അതേസമയം 75 കഴിഞ്ഞവരെ മത്സരിപ്പിക്കില്ലെന്ന് 2019-ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമിത്ഷാ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിനു പിന്നാലെ മോദിയും പ്രായവും അമിത്ഷായുടെ പ്രഖ്യാപനവും ആയുധമാക്കാനാണ് ആം ആദ്മി പാർട്ടി നീക്കം. മോദി ഇനിയും രാഷ്ട്രീയത്തിൽ തുടർന്നാൽ എന്തിനാണ് പ്രത്യേക നിയമം ഉണ്ടാക്കി നിരവധി BJP നേതാക്കളെ വെട്ടിനിരത്തിയതെന്നാണ് ചോദ്യം. ഈ ചോദ്യം കൃത്യമായും മോദിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ചെന്നു തറയ്ക്കുന്നതുമാണ്. സ്വന്തം കാര്യത്തിൽ നിയമം മടക്കി അലമാരയിൽ വെക്കുന്നതോടെ അദ്വാനിയും ജോഷിയും ഉൾപ്പെടെ മുൻ നേതാക്കളെ ഒതുക്കുകയായിരുന്നു മോദി. ഈ ആരോപണം വരും നാളുകളിൽ അതിശക്തമാകും. പാർട്ടിയുടെ ഒരു വേദിയിലും ചർച്ച ചെയ്യാതെയാണ് 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കിയതെന്ന് BJP മുൻ നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന യശ്വന്ത് സിൻഹ ഇപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരമൊരു ചട്ടം കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായി. മോദിക്ക് ചട്ടം ബാധകമല്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് ഒരു ചട്ടമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമല്ലേ എന്നുമാണ് സിൻഹയുടെ ചോദ്യം. മോദി കുഴിച്ച വിരമിക്കൽ കുഴിയിൽ മോദി തന്നെ വീഴുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.